ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായ എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് നാം വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം ദൈവസന്നദ്ധിയിൽ പ്രശംസിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്നാകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന, ദൈവസന്നിധി ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ പ്രശംസിക്കുന്നവൻ കർത്താൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 29-ാമത്തെ വാക്യം 31 വരെയുള്ള വാക്യത്തിൽ അത് കാണുന്നുണ്ട്. അപ്പോൾ താൻ ചെയ്തതോ നിർവഹിച്ചതോ ആയ എന്തിനെക്കുറിച്ചെങ്കിലും ഒരുത്തന് നിത്യതയിൽ പ്രശംസിക്കാതെ ഇരിക്കുമാറാണ് ദൈവം എല്ലാം ചെയ്യുന്നത്. ദൈവം തീഷ്ണതയുള്ളവനാണ്. അവിടുത്തെ മഹത്വം അവിടുന്ന് ആർക്കും കൊടുക്കുകയില്ല എന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 42-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുവാൻ പ്രയാസമായിരിക്കുന്നത് പോലെ ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുക വിഷമമാണെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? അതെ, രക്ഷിക്കപ്പെടുവാൻ കഴിയുന്നത് യേശു കർത്താവ് പറയുന്ന കാര്യം ഇതാണ് എന്ന് ദൈവത്തിൻ്റെ ആലോചന ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്, അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആർക്കാണ് കഴിയുക എന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചല്ലോ. അപ്പോൾ മനുഷ്യന് തന്നെ രക്ഷിപ്പാൻ അസാധ്യമാണെങ്കിലും ദൈവത്തിന് മാത്രം അവനെ രക്ഷിപ്പാൻ കഴിയുമെന്നായിരുന്നു കർത്താവിൻ്റെ മറുപടി. ധനവാനാണെന്ന് ഒരുത്തൻ പറഞ്ഞാൽ അവൻ ധാരാളം പണമുള്ളവനെന്നല്ലേ അർത്ഥം? അതെ, ധനവാനാണെന്ന് നാം പറയുന്നത് ധാരാളം പണമുള്ള ഒരുവനെ പറ്റിയും മാത്രമല്ല. അപ്പോൾ ഇവിടെ ധനവാൻ എന്ന് പറയുമ്പോൾ ഒരുവനെപ്പറ്റി മാത്രം പറയാതെ, ധനവാനെക്കുറിച്ച് പറയാതെ, പല വിധത്തിൽ ഒരാൾക്ക് ധനവാനാകുവാൻ കഴിയും. കഴിവുകളിൽ, വേദപരിജ്ഞാനത്തിൽ, സ്വന്തം ആത്മീയതയെപ്പറ്റിയുള്ള ചിന്തയിൽ, ഇങ്ങനെ പലതിലും ധനവാനാകാൻ കഴിയും. പക്ഷേ ഒരു കാര്യം, ദൈവരാജ്യം വളരെ വിശാലമാണ്. എന്നാൽ അതിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതിൽ ഒരു സൂചിക്കുഴ പോലെ ഇടുങ്ങിയതത്രേ. ഒരൊട്ടകത്തിന് ഇതിലൂടെ കടക്കുക സാധ്യമല്ലല്ലോ. എന്നാൽ ഒട്ടകത്തിന് അസാധ്യമായ ഈ കാര്യം ഒരു അമീബയ്ക്ക്, ജീവികളിൽ ഏറ്റവും ചെറുതായ ഒരു ജീവിക്ക് ഏറ്റവും എളുപ്പമാണ്. എല്ലാം വലിപ്പത്തിൻ്റെ പ്രശ്നം തന്നെ. ഇവിടെയും വലിപ്പമാണല്ലോ വേണ്ടത്. ഇന്ന് സഭകളിലും കുടുംബങ്ങളിലും വ്യക്തികളിലുമൊക്കെ ഞാൻ ആരാണ്ടാണ്, ഞാനാണ് വലിയവൻ, ഞാൻ പറയുന്നതനുസരിക്കാവൂ എന്നൊക്കെ പറയുന്ന അനേകരുണ്ട്. അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നിഗളമാണ് ഒരുവനെ ധനവാനാക്കുന്നത്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നതും നിഗളമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഏറ്റവും സൂക്ഷ്മവും ദോഷകരമായ ഒരു കാര്യമാണ് നിഗളം. അതിൽ നിന്ന് രക്ഷ നേടുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അസാധ്യം തന്നെ. പല പാപങ്ങളിൽ നിന്നും, കൺമോഹത്തിൻ്റെ മേലും പണസ്നേഹത്തിൻ്റെ മേലുമെല്ലാം വിജയം നേടുവാൻ സാധ്യമാണ്. എന്നാൽ അതിൻ്റെ എല്ലാം അടിയിലായി നമ്മുടെ രക്ഷയെക്കുറിച്ച്, വിജയത്തെക്കുറിച്ചും അഹങ്കരിക്കുവാനും സാധ്യമാണ്. ഞാൻ മറ്റുള്ളവരെ പോലെയോ മറ്റു സ്വഭാവ വിഭാഗത്തിലുള്ളവരെ പോലെയോ അല്ലാകയാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു എന്ന് പറയുന്ന ഒരു മനോഭാവം നമ്മുടെ ആത്മാവിൻ്റെ ആഴത്തിലുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ലൂക്കോസ് 18:11 വായിക്കുന്നുണ്ട്. അപ്പം നിഗളമെന്ന ദോഷത്തിൽ നിന്ന് നമ്മെ തന്നെ രക്ഷിക്കുക നമുക്ക് അസാധ്യം തന്നെയാണ്. എന്നാൽ ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിപ്പാൻ കഴിയൂ. ഈ കാര്യം നാം അംഗീകരിക്കുകയും താഴ്മയോടെ ദൈവത്തിന് കീഴടങ്ങി നമ്മെ രക്ഷിക്കുവാൻ അവിടത്തേക്ക് അപേക്ഷിക്കുകയും വേണം. അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതാന്ത്യത്തിൽ വിജയത്തെക്കുറിച്ചുള്ള നമ്മുടെ സാക്ഷ്യത്തിനും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ നമ്മുടെ ഇരിപ്പിനുമെതിരായി നാം ഒന്നാംകിട
പരീശന്മാരാണെന്ന് തെളിയുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും എന്ന് നാം ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, അത് ഉത്തരമാണ്. ഉത്തരത്തിൻ്റെ ആലോചന, മനുഷ്യർക്കിത് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലാതാനും. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 26-27 വാക്യത്തിൽ വായിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്: ഭൂതം, വർത്തമാനം, ഭാവി. നാം വീണ്ടും ജനിച്ചുവെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഇപ്പോൾ നാം അതേ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഇനിയും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും നാം ജയം നേടണം. ഒരിക്കൽ നമ്മുടെ കർത്താവ് മഹത്വത്തിൽ വരുമ്പോൾ പാപത്തിൻ്റെ സ്ഥാനത്തിൽ നിന്നും നാം രക്ഷ നേടണം. രക്ഷയുടെ ഈ ഘടകങ്ങളിൽ ഓരോന്നും ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അല്പനേരം ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.